എന്ന് പറഞ്ഞാൽ അബിയു ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അബിയു എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഓൾ സീസൺ അബിയു ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസും ചെയ്യണം കേട്ടോ. അപ്പോൾ ആളുകൾക്ക് ഒരേ ഇതിൽ തന്നെ ഇത് നന്നായി പഴുത്തു കഴിഞ്ഞാലാണ് ആ മധുരം കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. ഇത് ഫുള്ളായിട്ട് പഴുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കുറെ ആൾക്കാർക്ക് ഒരു ഇത് പറഞ്ഞിരുന്നു മുന്നാണെങ്കിൽ ഒരു വെറൈറ്റി ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നമുക്ക് മാറണം. ഇപ്പൊ ഇതിന്റെ ഒരു രൂപം വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് വെറൈറ്റി ആണ് വരുന്നത്. നോർമൽ വെറൈറ്റി ആണ്, സാധാരണ അബിയു ആണ്. ഓക്കെ, നോർമൽ വെറൈറ്റി. അപ്പൊ ഇത് ചേട്ടൻ ഇതിൽ വില ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ഈ വില കൊടുക്കാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട്? നന്നായിട്ട് പക്ഷികളും അണ്ണാനും നന്നായിട്ട് കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ആഡ് ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഡിൽ നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അബിയു ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞത് ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അബിയുവിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സൺഡേ ഈ ചേട്ടനോടാണെങ്കിൽ വിളിച്ച് ചോദിച്ചു ഉണ്ടാവുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആള് സൺഡേ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ സ്ഥലം വരുന്നത് നടത്തറയിലാണ് അല്ലേ? തൃശ്ശൂർ നടത്തറ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബ്രീഫായിട്ട് നമുക്ക് ഈ ഒരു നേഴ്സറിയുടെ പേരും കാര്യങ്ങളൊന്നും പറയാം. പേര് വരുന്നത് ഈവലൈൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാം അല്ലെ? നമ്മള് അബിയുവിന്റെ എത്ര വെറൈറ്റികൾ ഉണ്ടാവും? 16 വെറൈറ്റികളും അവിടെ ഫ്രൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അബിയുവിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോകാം. നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ നോക്കുമ്പോൾ നിറയെ അബിയുവിന്റെ പ്ലാന്റ്സുകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് അല്ലെ? അബിയും വേറെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാ ഫ്രൂട്ടുകളും ഉണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് അബിയു ആണെങ്കിൽ ഫോക്കസ് ചെയ്യാം അല്ലെ? അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പരിപാലനങ്ങളാണ് ചേട്ടൻ കൊടുക്കുന്നത് ഈ അബിയുവിനാണെങ്കിൽ? പരിപാലനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി തുടങ്ങും. ജൈവവളങ്ങളാണ് കൂടുതലും കൊടുക്കാൻ നല്ലത്. അത്യാവശ്യം ചാണകവും ഇതൊക്കെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നന്നായി കായപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 വർഷം കൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം കായപിടുത്തവും കാര്യങ്ങളിൽ എത്തും. ഓക്കെ, ഇപ്പൊ അബിയുവിന്റെ ഒരു സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിട്ടാണ് അബിയുവിന്റെ സീസൺ വരുന്നത്. നമ്മുടെ ഇവിടെ അവസാനിക്കുന്നതോറുമാണ് കോട്ടയം സൈഡിലും മലപ്പുറം സൈഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൂടുതലാവുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ അബിയു മാർക്കറ്റിൽ അങ്ങനെ സുലഭമായിട്ട് നമുക്ക് ഇപ്പൊ വന്നിട്ടില്ല അല്ലെ? ഇപ്പൊ എങ്ങനെയുണ്ട് ആളുകളുടെ ഇടയിലോട്ട് അബിയുവിന്റെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ? കൂടുതലും കരിക്ക് കഴിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രതികരണമാണ്. ചില ആൾക്കാർക്ക് ചില വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നില്ല, ചില വെറൈറ്റികളാണ് കൂടുതലും താല്പര്യമാകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോ തന്നെ പല നഴ്സറികളിലും നമ്മൾ പറയുമ്പോൾ അബിയുനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വെറൈറ്റി ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഒരേപോലെയാണെന്നാണ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു മറുപടി? അല്ല, ഇത് സീഡ്ലിംഗിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വരുന്നതാണ് ഇതില് വെറൈറ്റികളായിട്ട് വരുന്നത്. ഇപ്പൊ റംബുട്ടാനിലുള്ള വെറൈറ്റി അതേപോലെ തന്നെ ഓരോന്നിനും ടേസ്റ്റിലും വ്യത്യാസങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു അബിയു ഫെസ്റ്റ് തന്നെ വെച്ചത്. അന്നത്തെ ദിവസം ഒരു 16 വെറൈറ്റിയോളം നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും ഒരേ സമയം തന്നെ കൊടുത്തു. പലതും പല ടേസ്റ്റുകളാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് വെറൈറ്റികളുണ്ട്, നമുക്കത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ? അത് ആർക്ക് വേണമെങ്കിലും വരാം. ആ സീസണിൽ എല്ലാ സമയത്തും നമ്മൾ ഫ്രീ ആയിട്ട് കഴിക്കാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ലിങ്ക്, അതായത് നിങ്ങളുടെ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഒരു വെറൈറ്റികളൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഏത് വെറൈറ്റിയാണ്? നമുക്കിപ്പോ ഇത് ഓൾ സീസൺ ആണ്, എല്ലാ സമയത്തും ഉണ്ടാവും. സീസണിൽ നന്നായിട്ട് കായ പിടിക്കും. ഓക്കെ, നമുക്ക് പുറമേ നോക്കുമ്പോ ഇതിനകത്ത് കാണുന്നില്ല, പക്ഷെ ഇതിന്റെ അകത്ത് നിറയുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇതിനകത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാട്ടാ. അപ്പൊ ഇതിനകത്ത് ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലെ? ഇതിപ്പോ ഒരു സീസൺ ഏകദേശം നമ്മുടെ ഇവിടെ ഇപ്പൊ കഴിയാറായി, എന്നിട്ടും ഇതുമ്മ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എത്ര കൊല്ലമായ മരമാണത്? ഇതൊരു 8 വർഷമായിട്ടുള്ള മരമാണ്. 8 വർഷമായിട്ടുള്ള മരമാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എത്രത്തോളൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടും? കായകളൊക്കെ ഒരു 1000-1200 കാ തന്നെ കിട്ടും. ഏകദേശം ഒരു 300 ഗ്രാം മുതൽ മേലോട്ടുണ്ട് അല്ലെ? 300 ഗ്രാം എന്ന് പറയുമ്പോ ഒരു 4 എണ്ണൊക്കെ വെക്കുമ്പോഴേക്കും ഒരു കിലോനാവും അല്ലെ? ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഈ അബിയോനൊക്കെ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് ഏകദേശം എത്ര പ്രൈസിംഗ് ഒക്കെ ആണെങ്കിൽ വരുന്നുണ്ട്? ഞാൻ ഈ സീസണിൽ 300 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ അബിയും നമുക്ക് ഓൾ സീസൺ ആയിട്ട് നമുക്ക് കിട്ടുമോ? ഇതിന്റെ ഇല്ല, എല്ലാ വെറൈറ്റികളും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഓൾ സീസൺ ആണെന്ന് പറയുകയാണെങ്കിലും തന്നെ സീസൺ അല്ലാത്ത സമയത്ത് 10, 20, 25 കായകളാണ് കിട്ടുന്നുള്ളൂ. എല്ലാ സമയത്തും കായ ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ഏതാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ തോന്നിയിട്ടുള്ളത്? ടേസ്റ്റ് ഡോർഫ് വെറൈറ്റിയും യുഎസ് അബിയും ഒരു തായ്വാൻ വെറൈറ്റിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് അല്ലേ? ചേട്ടാ, നമ്മളിപ്പോ ഉള്ളത് ഓൾ സീസൺ അല്ലേ? ഓൾ സീസൺ അബിയിലാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കുക പറയണം അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതൊക്കെ നിറയുണ്ട്, നമ്മള് ജസ്റ്റ് ഓരോന്ന് പൊട്ടിക്കാം അല്ലേ? ഓക്കെ,
ഓക്കെ. അപ്പോൾ ബിയു എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഓൾ സീസൺ അബിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഉള്ളത്. അത്യാവശ്യം നമുക്ക് നോക്കുമ്പോൾ അത് നന്നായി പഴുക്കണേക്കാളും മുമ്പ് പൊട്ടിക്കാണ് കുറച്ചും കൂടി ബെറ്റർ ഓൾ സീസണിന്റെ. ബാക്കിയുള്ള വെറൈറ്റികളൊക്കെ ചിലത് നന്നായിട്ട് ഇടിയിരിക്കും. ഓക്കെ. ഇതൊരു കരിക്കിന്റെ ഒരു ടേസ്റ്റ് ആണ്. വൺസ് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ട്. അത് ഏത് വെറൈറ്റി ആണെന്ന് വെച്ചാൽ അറിയത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ലാസ്റ്റ് അവസാനം കട്ട് ചെയ്ത് നോക്കാം ഓരോ വെറൈറ്റികളും. ചേട്ടാ, നമുക്ക് ഈ ബിയുലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലകളൊക്കെ നോക്കിയിട്ട് നമുക്കത് തരംതിരിച്ചറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇലകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ആദ്യത്തെ തവണ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോ നമ്മൾ നെക്സ്റ്റ് ഒരു വെറൈറ്റിയിലാണ് ഇപ്പൊ നിൽക്കണേ. ഇത് ഏത് വെറൈറ്റി? ഒരു ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ്. ഓസ്ട്രേലിയൻ വെറൈറ്റി. അതിന്റെ നിപ്പിളില് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ. നമ്മൾ ആ ഫ്രൂട്ട് നോക്കുമ്പോ മനസ്സിലാവും നമുക്ക് വെറൈറ്റി ആണ്. അതിനാണെങ്കിൽ നിപ്പിൾ വെറൈറ്റി അല്ലേ? ഓക്കെ. ഇതിന്റെ ഒരു രൂപം വ്യത്യാസമുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. ഇത് കുറച്ചുകൂടി ഒരു മാംഗോ ടൈപ്പ് അല്ലേ? ഒരു നോർമലി മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. ഇപ്പോൾ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് കാണിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസും ചെയ്യണം കേട്ടോ. അപ്പോൾ ആളുകൾക്ക് ഒരേ ഇതിൽ തന്നെ ഇത് നന്നായി പഴുത്തു കഴിഞ്ഞാലാണ് ആ മധുരം കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. ഇത് ഫുള്ളായിട്ട് പഴുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കുറെ ആൾക്കാർക്ക് ഒരു ഇത് പറഞ്ഞിരുന്നു മുന്നാണെങ്കിൽ ഒരു വെറൈറ്റി ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നമുക്ക് മാറണം. ഇപ്പൊ ഇതിന്റെ ഒരു രൂപം വ്യത്യാസമുണ്ട്, ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം നമ്മളൊരു റൗണ്ട് ടൈപ്പ് ആണ് വന്നത്. ഇതിപ്പോ ഒരു ഏകദേശം ഒരു മാംഗോ ടൈപ്പ് ഒരു അബിയിലേക്കാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെറൈറ്റി ആണ് വരുന്നത്. നോർമൽ വെറൈറ്റി ആണ്, സാധാരണ അബിയാണ്. ഓക്കെ, നോർമൽ വെറൈറ്റി. അപ്പൊ ഇത് ചേട്ടൻ ഇതിൽ വില ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ഈ വില കൊടുക്കാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട്? നന്നായിട്ട് പക്ഷികളും അണ്ണാനും നന്നായിട്ട് കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളവിടെ നോക്കുമ്പോ ഒരെണ്ണത്തിലാണെങ്കിൽ കൊത്തി പോയിട്ടുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടും ഈ ബിയുലാണെങ്കിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഏതാണ് ഈ പ്രശ്നമായിട്ട് തോന്നുന്നത്? വവ്വാലോ അല്ലെന്നുണ്ടെങ്കിൽ അണ്ണാനാണ് കൂടുതലും. അണ്ണാനും ഒരുതരം പച്ചക്കിളി, തത്ത അങ്ങനത്തെ ആണ് കൂടുതൽ വരുന്നത്. ഇതിന്റെ ഫ്രൂട്ട് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ലെ? ഇത് നോർമൽ വെറൈറ്റി ആണ്. ഇപ്പൊ ഒരു പഴുത്തത് നമുക്ക് പഴുത്തത് വരും കൂട്ടി അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞ ഒരു റൗണ്ട് ടൈപ്പ് അല്ലേ? പക്ഷെ മറ്റേ അപേക്ഷിച്ച് അത്ര കുറവാണ്. ഒരു 200 ഗ്രാമൊക്കെയും കൃഷി ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നോർമൽ വെറൈറ്റിക്ക് ഇത്രയും വലുപ്പമാണ് വരുന്നത്. നമ്മളിപ്പോ മാർക്കറ്റിൽ ആളുകൾ പ്ലാന്റ് നോക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് സീഡ്ലിംഗ് വരുന്നുണ്ട്, ഇപ്പൊ ലെയർ പ്ലാന്റുകൾ വരുന്നുണ്ട്, ഗ്രാഫ്റ്റ് പ്ലാന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് ചേട്ടന്റെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനത്തെ പ്ലാന്റുകളാണ് നല്ലതായിട്ട് തോന്നുന്നത്? സീഡ്ലിംഗ് വയ്ക്കാണ് ഏറ്റവും നല്ലത്. ഒരു 2 വർഷം കൊണ്ട് തന്നെ കായ പിടിച്ച് കിട്ടും. പിന്നെ കൂടുതൽ എണ്ണ ഉണ്ടാവും. അപ്രോച്ച് ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തീരെ സ്ഥലം ഇല്ലാത്തവർക്ക് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ പ്ലസ് പോയിന്റ് അതിൽ ആ സെയിം വെറൈറ്റി തന്നെ കിട്ടും. ഗ്രാഫ്റ്റ് വെക്കുകയാണെങ്കിൽ. സീഡ്ലിംഗ് ആണെങ്കിൽ വ്യത്യാസമായിട്ട് മാറിപ്പോരാം. എന്നിരുന്നാലും സീഡ്ലിംഗ് വെക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. റെക്കമെൻഡ് ചെയ്യുന്നത് സീഡ്ലിംഗ് തന്നെയാണ്. അതിനോട് ചോദിക്കുകയാണ്, നമുക്ക് ഈ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ വെക്കുന്നത് സ്യൂട്ടബിൾ ആണോ? അത്യാവശ്യം നന്നായിട്ട് കിട്ടും. പക്ഷെ തീരെ സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിൽ വെക്കാം. അല്ലാത്തവരെ എന്തായാലും നിലത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ബെറ്റർ. ഓക്കെ. ഇപ്പൊ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിത് കഴിക്കാനും അടിപൊളിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആക്കാം. ഷെയ്ക്കോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാം. ജാം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചേട്ടനും 2 പിള്ളേരായിട്ടാണെന്നുണ്ടെങ്കിൽ കുറെ ഫ്രൂട്ടൊക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവരിലോട്ടൊന്ന് പോവാം. അപ്പോ പയ്യന്റെ കയ്യിൽ കുറെ ഉണ്ട്. ഈ ഫ്രൂട്ട് കൊണ്ടുപോയി കഴിക്കാറുണ്ടോ നിങ്ങളാണെങ്കിൽ? നല്ല ടേസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ പിള്ളേരും ഉണ്ട് അല്ലെ? പേര് ചോദിക്കാം. പേരെന്താണ്? ദക്ഷിത്. ഉണ്ണിയുടെ പേര്? ധൻവിക്. എങ്ങനെയുണ്ട് ഈ ഫ്രൂട്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ അച്ഛൻ്റെ കൂടെ ഫ്രൂട്ട് മേടിക്കാനായിട്ട് വന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കണം അല്ലേ? ഇവിടെ വന്ന് മേടിക്കുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തില്? വെറൈറ്റി ടേസ്റ്റ് ഫുഡ് ആയിട്ടാണ്. പിന്നെ നമുക്ക് വേറെ പുറമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ചേട്ടൻ്റെ പേര്? രാജേഷ്. എന്ത് ചെയ്യണ? ജയിലിൽ വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ. ഇതൊരു വെറൈറ്റിയിലോട്ട് വന്നിരിക്കണം അല്ലേ? അപ്പൊ ഇത് നെക്സ്റ്റ് വെറൈറ്റി. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഈ അബിയിലാണെങ്കിൽ ഇതൊരു നിപ്പിൾ വെറൈറ്റി ആണ്. ഇതില് ഫ്രൂട്ട് ഒരു 2-3 തവണയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു സീസൺ കഴിഞ്ഞതാണ്. ഇനി അടുത്ത സീസൺ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഫ്രൂട്ട് ആണെങ്കിലും വെറൈറ്റി ആണ് അല്ലേ? വെറൈറ്റിയാണ്. ഓക്കെ. ഓരോ ഫ്രൂട്ടിനും ഓരോ പല ടൈപ്പ് ഇതാണ് വരുന്നത്. ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അത് ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ രൂപം നോക്കുമ്പോൾ നമ്മള് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് അല്ലേ? ഓക്കെ.
അപ്പോൾ അതും ചേട്ടനും പൊട്ടിച്ചു അല്ലേ? ഇപ്പോൾ ഇത് നോക്കിയേ, ഇത് അതിനപേക്ഷിച്ച് കുറച്ചും കൂടിയും ഇത് കുറഞ്ഞു അല്ലേ? കുറഞ്ഞു വരുന്നു. പൊട്ടിച്ച ഓരോന്നിനും പല രൂപങ്ങളാണ് നമുക്ക് വരുന്നത് അല്ലേ? പിന്നെ ഈ ഫ്രൂട്ട് നമുക്ക് എത്രത്തോളം സമയമാണെങ്കിൽ നമ്മൾ ഇരിക്കും ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ? ഈ ഒരു വെറൈറ്റി 2 ദിവസം ഇരിക്കുള്ളൂ. ഈ വെറൈറ്റി ഇതിന്റെ പേര് വരുന്നത് ഇത് നിപ്പിൾ വെറൈറ്റി ആണ്. നിപ്പിൾ വെറൈറ്റി ആണ്. നിപ്പിളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ളതുണ്ട്. ഈ ഒരു വെറൈറ്റി 2 ദിവസമാണ് ഇരിക്കുക. 2 ദിവസമാണ്. അപ്പൊ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 4-5 ദിവസം കൂടി ഇരിക്കും. 4 ദിവസം. ബാക്കി വെറൈറ്റികളാണെങ്കിലോ? ചിലതാണെങ്കിൽ 3 ദിവസം 4 ദിവസം അങ്ങനെ. പിന്നെ പഴുപ്പ് ഒരു വെറൈറ്റി ഒരു 8 ദിവസമൊക്കെ ഇരിക്കുന്നതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു വെറൈറ്റിയിലോട്ട് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ബിയുവിന്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത വെറൈറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ജയന്റ് വെറൈറ്റി ആണ്. ഈ പ്രാവശ്യം നന്നായിട്ട് കായ പിടിച്ചപ്പോൾ ചില കായകൾക്കൊക്കെ വലുപ്പം കുറവ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഓരോ ടൈമില് ചേട്ടൻ ആദ്യത്തെ കൊല്ലം വയ്ക്കുമ്പോഴാണെങ്കിൽ കുറച്ച് എണ്ണം കുറവായിരുന്നു. വലിപ്പം കൂടുതൽ. ഒരു 5-6 കായകളൊക്കെ ആയിരുന്നു ആദ്യ കാലത്ത് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 4ാമത്തെ സീസണിൽ കിട്ടുന്നതാണ്. അപ്പൊ വലിപ്പം കൂടുതൽ കിട്ടി കുറഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്ക് എണ്ണം കൂടുതലായി വലിപ്പം കുറഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഇതാണെങ്കിലും നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഇതുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്, വെറൈറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിലൊരു 600 ഗ്രാം വരെ 700 ഗ്രാം വരെ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു 150 ഗ്രാമോളം ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു നോർമൽ ആയിട്ടുള്ള വെറൈറ്റി പോലെ തന്നെ. നമ്മൾ ഈ ഒരു പ്ലാന്റിലോട്ട് വന്നപ്പോ അതിന്റെ മുകളിലാണെങ്കിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് ചെരിഞ്ഞിട്ടാണെങ്കിലും കാണുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഇതിന്റെ ഇങ്ങനെ ചെരിഞ്ഞു പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ചെരിഞ്ഞു പോയപ്പോഴാണ് നമ്മൾ തലഭാഗം കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചതാണ്. പിന്നെ അത് ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴേക്കും നേരെയാവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് നമ്മൾ വളഞ്ഞു കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്യണതാണ് നല്ലത്. കട്ട് ചെയ്യണതാണ് അല്ലെ? വരും. വെറൈറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ ഒരു മരത്തിനാണെങ്കിൽ ഒരു പ്രത്യേകതയാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു മരത്തിന്റെ പ്രത്യേകത? ഇതിന്റെ മരത്തിൽ അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കും. എല്ലാ കായകളും പല ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിന്റെ സീഡിനാണെങ്കിൽ വ്യത്യാസമുണ്ട്. പകുതി ബ്രൗണും പകുതി ബ്ലാക്ക് ആയിട്ടാണ് ഇതിന് സീഡ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതിനകത്ത് തന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഒരെണ്ണം പറിക്കാം. ഓക്കെ. അപ്പൊ ഇതൊരു വെറൈറ്റി ആണെന്നാണ് പറയണത് അല്ലെ? അപ്പൊ ബിയുവിൽ ഇങ്ങനെ പല വെറൈറ്റികളാണെങ്കിലും ഉണ്ടാവില്ല. ഒന്നത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ. ആദ്യമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷേപ്പ് ഒരു റൗണ്ട് ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ ചേട്ടൻ വേറെ ഒരു ഷേപ്പും കൂടി ഉള്ളത് പൊട്ടിക്കാനായിട്ട്. റൗണ്ട് ആണോ പൊട്ടിച്ചത്? ഇത് റൗണ്ട് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് വേറെ ഒരു വെറൈറ്റി കൂടി നോക്കുകയാണ് ഷേപ്പ് ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നാണെങ്കിൽ വേറൊരു വെറൈറ്റി കൂടി ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും 2 ടൈപ്പാണ് വരുന്നത്. ഓക്കെ. ഇതിന്റെ വിത്താണെങ്കിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഇതൊരു ജയന്റ് വെറൈറ്റി ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് എങ്ങനെ വരാന്നുള്ളത് നോക്കാം അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പഴുക്കാനുണ്ട്. എന്നാലും നമുക്ക് പഴുക്കണേക്കാൾ മുന്നേ പൊട്ടിക്കണതാണ് കുറച്ചുകൂടി നല്ലത്. അല്ല, ഇത് നന്നായിട്ട് പഴുത്തിട്ടാണ്. ചില വെറൈറ്റികൾക്ക് മാത്രമാണ് പഴുക്കണേക്കാളും മുമ്പ്. അപ്പൊ ഇതിന്റെ ഒരു രൂപമാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, ജെയിന്റ് വെറൈറ്റി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയിൽ ഒന്നാണ്. അപ്പൊ 3 വെറൈറ്റികൾ ഫേവറേറ്റ് ആയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ആ 3 വെറൈറ്റി ഒന്ന് പറയാം. അത് ഒന്ന് ഡാർക്ക് വെറൈറ്റി ആണ്, അതാണ് ഇത്. പിന്നെ ഒന്ന് തായ്വാൻ വെറൈറ്റി, പിന്നെ ഒരു US അബി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു വെറൈറ്റി കൂടി നോക്കാം. അപ്പൊ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സീസൺ ഔട്ട് ആയാൽ നമുക്ക് കുറവാണ്. എന്നിരുന്നാലും കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതും ഒരു വെറൈറ്റി ആണ് കേട്ടോ, ഇതിന്റെ ഒരു രൂപമാണെങ്കിലും അല്ലേ? നമ്മളുണ്ടാവുമ്പോ നമ്മൾ ദയവായി പാക്ക് ചെയ്തിട്ടാണെങ്കിൽ വെക്കണം അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കിളികൾ അതൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇതും ഈ ഒരു രൂപത്തിലാണ് വരുന്നത് അല്ലേ? ഈ രൂപത്തിലാണ്. ഓക്കെ. അപ്പൊ ഓരോന്നിനും പല വെറൈറ്റികളുടെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ഇത് ടിക്കുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ലീഫും ചെറുതാണ്. ഇതിൽ 4 സീഡും ഉണ്ട്, മധുരം കൂടുതലുണ്ട്. ഒരെണ്ണത്തിൽ നമുക്ക് 4 സീഡ് ഉണ്ടാവും. 3-4 സീഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. ടിക്കുണ അല്ലേ? ടിക്കുണ. ഓക്കെ. അപ്പൊ അതൊന്നും നമുക്ക് ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ടിക്കുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കണേ. അപ്പോൾ അത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ വേറെ നോക്കാം നമുക്ക്. അപ്പോൾ ടിക്കുണ ആണെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയാണ് വരുന്നത് അല്ലേ? ഓക്കെ. അത് കുറച്ചുകൂടി വലിപ്പം കുറവുണ്ട്. ഓക്കെ. ഒരു 150 ഗ്രാം 200 ഗ്രാം. ചേട്ടാ, ഇപ്പോൾ നമ്മൾ
അബിയു നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ അബിയു ഇപ്പൊ മഴക്കാലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്? ടേസ്റ്റുകൾ ചില സമയത്ത് ഓൾ സീസണിലാണെങ്കിൽ 2-3 ടേസ്റ്റ് ആയിട്ട് വരാറുള്ളത്. ഒന്ന് ഇടയ്ക്ക് പൈനാപ്പിളിന്റെ ഫ്ലേവർ വരാറുണ്ട്, മാംഗോന്റെ ഫ്ലേവർ വരാറുണ്ട്, കാരമലിന്റെ ഫ്ലേവർ വരാറുണ്ട്. ചില സമയത്ത് വെറും പനങ്ങന്റെ പോലെ ആയിട്ടാണ്. അത് സീസൺ അനുസരിച്ച് വേനൽക്കാലത്ത് കിട്ടുമ്പോഴാണ് എനിക്ക് കൂടുതലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പൊ മഴക്കാലൊക്കെ ആകുമ്പോ എങ്ങനെയാ? മഴക്കാലത്തില് ഓൾ സീസണിൽ എനിക്ക് അത്രയ്ക്കും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള വെറൈറ്റികൾക്ക് അങ്ങനെ ഒരു മാറ്റം കാണാറില്ല. ഓക്കെ. ഈ അബിയൂലാണെന്നുണ്ടെങ്കിലേ ഇപ്പൊ ഈ മുട്ടിക്കിടുന്ന ഇപ്പൊ അടിയിലൊക്കെ മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗസ് ബാധ വരുന്ന പറയാനായിട്ടുണ്ട്. അപ്പൊ അത് ചേട്ടന്റെ അഭിപ്രായത്തില് എങ്ങനെയാണ് അത് വരുമോ? പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഫംഗസ് ബാധ വരുന്നില്ല. പക്ഷെ എന്ത് ചെടികളും നിലത്ത് മുട്ടി കിടക്കുന്നത് കട്ട് ചെയ്യണമെന്നാണ് നല്ലത്. അതായത് നമുക്ക് മണ്ണും കാര്യങ്ങളൊക്കെ ചില സമയത്ത് കയറി വരലും ഇതൊക്കെ വരാറുണ്ട്. ഏറ്റവും നല്ലത് കട്ട് ചെയ്ത് കളയാണ് നല്ലത്. ഫംഗസ് ബാധയൊന്നും വരാറില്ല. ഓക്കെ. നമുക്ക് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. ഈ ഒരു മരത്തിനിടയ്ക്ക് ബോറോന്റെ ഒരു കുറവ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് കായ വിണ്ട് കയറും. വിണ്ട് കയറുന്നത് കാണിക്കുന്നത് ഈ ബോറോന്റെ കുറവുകളാണ്. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് ബോറക്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കല് 2 ഗ്രാം കൂടാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വ്യത്യാസം വരും. അതെ, എങ്ങനെ നമുക്ക് സ്പ്രേ ആണ്. ഒന്നെങ്കിൽ രാവിലെ 9 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം ശേഷം ഒരു 6 മണിക്ക് ശേഷം അടിച്ചു കൊടുക്കാം. ഇതിപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞു അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ഏത് കസ്റ്റമർക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക? ഇത് തീരെ സ്ഥലമില്ലാത്ത വീട്ടില് ഒരു അബിയോ എന്തെങ്കിലും വെക്കാൻ നിർബന്ധമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അല്ലാത്തവരോട് ചേട്ടൻ എന്താ പറയാ? സീഡ്ലിംഗ് വെക്കാനേ പറയുള്ളൂ. കാരണം സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ സ്ഥലമില്ല എന്നാ വെച്ചാൽ അവർക്ക് അബിയു വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ സെയിം വെറൈറ്റി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കും ചെയ്യാം. ഓക്കെ. വെറൈറ്റി മാത്രം ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വെറൈറ്റി വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. സെറ്റ് 4 ആണ്. ഇപ്പൊ ഇതും ഫ്രൂട്ടുകളാണെങ്കിലും ഉണ്ട് അല്ലേ? ഇത് എല്ലാം പറിച്ച് അത്യാവശ്യം എല്ലാം കഴിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ട് അല്ലേ? അബിയു നമുക്ക് ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഒരെണ്ണം പറിക്കാല്ലേ? ഓക്കെ. അപ്പൊ അത് ഒരെണ്ണാണെങ്കിൽ നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ആ ഒരെണ്ണം കൂടി നമ്മൾ പറിച്ചിട്ടുണ്ട് അല്ലേ? സെറ്റ് 4 അല്ലേ? ഓക്കെ. സെറ്റ് 4 കുറച്ചും കൂടി കൃത്യതയായിട്ടുള്ള വരുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഫ്രൂട്ടിന്റെ ഒരു രൂപം നോക്കിയാൽ എല്ലായിടത്തും ഏകദേശം ഒരേപോലെ അല്ലേ? ഓക്കെ. കുറച്ചും കൂടി വലുപ്പം വരാറുണ്ട്. ഓക്കെ. ഒരു ജയന്റ് വെറൈറ്റി ആണ്. പൊട്ടിക്കാം. ഓക്കെ. ഇത് കുറച്ചുകൂടി വലുപ്പം ഉള്ള പോലെ വലുപ്പം ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് കൊത്തിയിട്ടുണ്ട്. ഇത് കിളികളാണെങ്കിൽ കൊത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതാണ് ഇത് നമ്മൾ കറക്റ്റ് കെട്ടി വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം അല്ലേ? നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അത് നിക്കട്ടെ. നമുക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും. എത്രത്തോളം വലിപ്പാണെങ്കിൽ വരുന്നുണ്ട്. ഇതിന്റെ പേര് വരണത് ഒരു ജെയിന്റ് വെറൈറ്റി ആണ്. റൗണ്ട് ആണ്. ചേട്ടാ, ഇത് എന്തൊക്കെ വളങ്ങളാണ് നമ്മളിത് കൊടുക്കേണ്ടത്? കൂടുതലും വർഷത്തില് 2-3 തവണയായിട്ടാണ് വളങ്ങൾ കൊടുക്കുന്നത്. ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്. എല്ലുപൊടി നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണ് വാങ്ങി കൊടുക്കുന്നത്. അവിടെ വില കൂടുതലുണ്ട്. 80 രൂപ ഒരു കിലോന് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ മാറ്റം നമുക്ക് ഫ്രൂട്ട്സിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതുപോലെ കടലപ്പിണ്ണാക്ക് നമ്മൾ പുളിപ്പിച്ചിട്ടുള്ളത് നേരെ കൊടുക്കാറുണ്ട് മഴ പെയ്യുന്ന സീസണിൽ. പിന്നെ കുമ്മായോ അല്ലെങ്കിൽ പച്ചക്കക്കയോ, കൂടുതലും കുമ്മായാണ് ഇടുന്നത്. ഡോളോമേറ്റ് അങ്ങനെ ഏതെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കും. രാസവളങ്ങൾ വല്ലപ്പോഴും NPK വളങ്ങൾ ഏതെങ്കിലും കൊടുക്കാറുണ്ട്. അതും നല്ലതാണ്. അത് 10-10-10 ആണ് കൊടുക്കാറുള്ളത്. ഈ കൊല്ലം അത് നിർത്തലാക്കിയെന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മൾ ഈ ഫ്ലവർ ആവണ ടൈമിൽ എന്തെങ്കിലും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവറിങ് നല്ല രീതിയിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളത് അങ്ങനെ കൊടുക്കാറില്ല. അല്ലാണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. ചേട്ടാ, പിന്നെ നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള കുഴി എടുത്തിട്ട് ആദ്യം കുമ്മായി ഇട്ടതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ചാണകം, ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, രാജ്ഫോസ് ഇടാറുണ്ട്. രാജ്ഫോസ് ഇടുമ്പോൾ നമുക്ക് വേരോട്ടം കൂടുതൽ കിട്ടുന്നുണ്ട്. കുഴി മൂടിയതിന് ശേഷം ഒരു 3-4 ദിവസം നനച്ച് കൊടുത്തതിന് ശേഷം തൈ ആ കവറ് മാറ്റിയിട്ട് നമ്മൾ ചെറുതായി നടും. ഒരു ചെറിയ താങ്ങുകാല് പോലെ കൊടുക്കും. ഞാൻ കൂടുതലും ഡിസംബർ ആ സമയത്താണ് തൈകൾ നടുക. ആ സമയത്ത് ഷെയ്ഡ് കൊടുക്കും, നെറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പുതിയ അതിഥി ഉണ്ട്. അപ്പോൾ പേരൊന്ന് പരിചയപ്പെടാം. വൈശാഖ്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഞാൻ പ്ലാന്റ് മേടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒലോസോപ്പേന്റെ പ്ലാന്റുകൾ മേടിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികൾ നോക്കാം അല്ലേ? നമുക്ക് ഇതിന്റെ ടേസ്റ്റാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും അത് എന്നാണ് പറയാതെയായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ചേട്ടൻ ഓരോ വെറൈറ്റികൾ ഇങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് പൊട്ടിച്ചേരണം.
ായിട്ട് പോകുന്നത് ഇതിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ജെയിന്റ് അല്ലേ? ജയിന്റ് നിപ്പിളില് ജയിന്റ്. ജെയിന്റ്. അപ്പൊ ഇതിന്റെ ഒരു സീഡിന്റെ വലിപ്പാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത്. ഏകദേശം ഇത്രയും വലിപ്പാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫ്ലഷ് ആണെന്നുണ്ടെങ്കിലും നല്ല പോലെ ഇങ്ങനെ ഇതാണ് അതാണ് കയ്യിൽ നിന്ന് വഴുക്കി പോയി പെട്ടെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ വൈശാഖിനെ കൊടുക്കാം. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കാം. വെറൈറ്റികൾ കുറെ വെറൈറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, ഒരു വെറൈറ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് എന്തിന്റെ ടേസ്റ്റ് ആയിട്ട് തോന്നിയാണ്? ഇത് നമുക്കൊരു പനനങ്ക് കരിക്കൊക്കെ കൂടി കലർന്ന ഒരു കുറച്ച് സ്വീറ്റും നല്ലൊരു ടേസ്റ്റ് ആണ്. എന്താണ് ചേട്ടൻ ഇത് കുറച്ചുകൂടി തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അല്ലേ? ഓക്കെ, നമുക്ക് ഓൾ സീസൺ അബിയാണ്. ഓൾ സീസൺ അബിയും അതൊന്ന് തണുപ്പിച്ചിട്ട് ഉള്ള ഇതാണ്. ഓക്കെ, ഒന്ന് തണുപ്പിച്ചാണെങ്കിൽ ജെല്ല് പോലെ വരുന്നതാണ് ഉൾവശം. നമ്മൾ ഈ പറഞ്ഞു വരണത് ഓരോന്നിനും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്, അതേപോലെ തന്നെ വെറൈറ്റി ആണ് അല്ലേ? ഇത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അല്ല, ഓരോന്നിനും വ്യത്യാസമുണ്ട്, കളറുകളിലൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. ഓക്കെ, നമുക്ക് അല്ലേ? ഇത് കുറച്ചും കൂടിയും ചെറുതാണ് അല്ലേ? ചെറുതാണ്, വലുപ്പം വരാറുണ്ട്. ഇപ്പൊ നമ്മൾ എണ്ണം കൂടുതലുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടാ അവിടെ പറഞ്ഞിരുന്നു എണ്ണം കൂടുന്നതിനനുസരിച്ച് ചിലയില് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇതിന് ഓരോ സമയത്ത് ഓരോ ടേസ്റ്റ് ആണ് ഉണ്ടാവാറുള്ളത്. വേനൽക്കാലത്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതൊരു വേറൊരു ടേസ്റ്റ് ആണ്. ഇതിന് മധുരം കുറച്ച് കുറവാണ്. ഇതൊന്നും കൂടി കറക്റ്റ് ആ ഒരു പനനങ്കിന്റെ ടേസ്റ്റിലേക്ക് തോന്നുന്നത്. പക്ഷെ തണുപ്പിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അല്ല, തണുപ്പിക്കാത്ത ഇതിലുണ്ട്. അത് രണ്ടും കഴിച്ചു നോക്കുമ്പോ ടേസ്റ്റില് ഇത് നമ്മുടെ പനനങ്കുമാതിരി തന്നെ മധുരം കുറവാണ്. പക്ഷെ എനിക്ക് മറ്റേ വെറൈറ്റികളാണ് കൂടുതൽ ഇഷ്ടം വരാറുള്ളത്. ഇത് ആ 3 വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു രൂപം കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് അല്ലേ? കളറാണെങ്കിൽ മാറി. സീഡ് പിന്നെ എല്ലാത്തിനും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഒരു വലിപ്പം ഇതൊക്കെ ആയിട്ടാണ്. ജയിന്റിലാണ് കുറച്ചുകൂടി. ഇത് വൈറ്റ് ആണ്. നമ്മൾ നോക്കി നേരത്തെ നമ്മൾ കളറ് ജസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടി ഒരു മിൽക്കി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അല്ലേ? കുറച്ചൊരു മിൽക്കിന്റെ ഒരു ടേസ്റ്റ് വന്നുണ്ട്. ജയിന്റ് വെറൈറ്റി അവിടെ അങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പൊ എല്ലാവരും പറയണത് ഒരൊറ്റ വെറൈറ്റി തന്നെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല എന്നാണ് നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെയല്ല തോന്നിയത്. ടേസ്റ്റ് വ്യത്യാസമില്ല, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അടുത്തൊന്ന് നോക്കാം. ഇത് കുറച്ചും കൂടിയും ഭയങ്കരമായിട്ട് പഴുത്തൊക്കെ ടൈപ്പ് അല്ലേ? ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടപ്പെടുക. കാരണം എല്ലാത്തിന്റെയും വ്യത്യസ്തതരം സീറ്റാണ്. വെറൈറ്റി അല്ലേ? ഇത് ടിക്കുണയാണ്. ടിക്കുണ, പേര് ടിക്കുണാണ്. അബിയൂല് തന്നെ പലതരം പേരുകളും പലതരം വെറൈറ്റികളാണ്. അവിടെ തന്നെ പറഞ്ഞില്ലേ 4 സീഡാണ് അതിന്. അത് ബ്രൗൺ കളറാണ് സീഡിന്. ഇത് വീണ്ടും ഒരു വൈറ്റ് കളറാണ് കയറിയിട്ട് കാണുമ്പോ മനസ്സിലാവോ വെറൈറ്റി ഒക്കെ? അത് ആള് സ്ഥിരമായിട്ട് ചെയ്യണ കാരണം ആൾക്കത് മനസ്സിലാവും. നമുക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഇത് വൈറ്റ് ആണ്, ഫ്രൂട്ടാണ്.
എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റുകളാണ്. ഇത് വീണ്ടും ആ ഒരു പനന്തമ്പും ആ മധുരം എല്ലാം കൂടെ കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റ്. ഇതിലിപ്പോ കഴിച്ചതിൽ ഇപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാം ഒരു അങ്ങോട്ട് കൂടി കലർന്ന ടേസ്റ്റ്. ഹാർഡായിട്ടുള്ളത് കുറച്ച് ഇഷ്ടപ്പെട്ടു. എന്തായാലും മോശം അഭിപ്രായം ഉണ്ടോ? മോശം അഭിപ്രായമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയിരിക്കില്ല, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു. ഹാർഡുള്ളതിനെ കുറച്ചുകൂടി മധുരം കൂടുതൽ ഉണ്ട്. പിന്നെ ആ മിൽക്കി ആയിട്ടുള്ളത്, അതെ, അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് കഴിക്കും. നേരത്തെ പൊട്ടിപ്പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലഷിലും ജസ്റ്റ് ഒരു വ്യത്യാസം, ഒരു പരിവരിപ്പ് പോലത്തെ അല്ലേ? ഫ്ലഷ് ഇത്തിരി കൂടുതലാണല്ലേ? ഫ്ലഷ് ഉണ്ട്. നമ്മുടെ ഓൾ സീസന്റെ ഒരു മോഡല്. ഓക്കെ, ഇത് ഏത് വെറൈറ്റി? ഇത് ജയന്റ് വെറൈറ്റി. ജയിന്റ് വെറൈറ്റി. നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. ഇതിന് വലിപ്പം നോക്കി, പേരിനുള്ള ജയിന്റ് അല്ലേ? ഫ്ലഷ് വ്യത്യാസമുണ്ട്. ഫ്ലഷ് വ്യത്യാസമുണ്ട്. ഒരു വെയിറ്റ് വീണ്ടും കയറി വന്നുണ്ട്. സീഡ് ചെറുതാണ് അതിന്റെ, പക്ഷെ അതിന്റെ ഫ്ലഷ് ഭയങ്കര വലുതാണ്. സീഡ് ചെറുതാണെങ്കിലും ഫ്ലഷ് വലുതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് അബിയു കഴിച്ചിട്ട്? ഒക്കെ നമ്മള് എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റ് അങ്ങോട്ട് കിടക്കായിട്ട് ആകെ. പക്ഷെ ഇത് ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്ന് ആരും വിചാരിക്കില്ല. ഇത് എൻ്റയർലി വേറൊരു ടേസ്റ്റ് ചെയ്യുന്നത്. മധുരം കൂടെ കുടിച്ചാന്നൊരിത് അങ്ങോട്ട് എന്താ നമുക്ക് അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് ഷെയ്ക്ക് ഒക്കെ അടിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ഷേക്ക് അടിക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ഷെയ്ക്ക് അടിക്കുന്നത്. ഒരു വെറൈറ്റി എടുത്തിരിക്കണം അല്ലേ? അപ്പൊ ഇതും ഈ പറഞ്ഞ മാതിരി ഒരു ഫ്ലഷിന് ഒരു പരിവരിപ്പ് പോലത്തെ ഒരു ഇത് അല്ലെ? അങ്ങനത്തെ ഒരു ഇത് എല്ലാത്തിലും ഇങ്ങനെ വരുന്നില്ല അല്ലേ? ഇല്ലല്ലേ, ഓരോന്നിന്റെയും കളറ് വ്യത്യാസമുണ്ടെന്നാ കഴി. ഇതില് സീഡ് ഒന്നല്ലേ? അല്ല, രണ്ടെണ്ണം വരുന്നുണ്ട്. ഇതെങ്ങനെ ടേസ്റ്റ് വരുന്നത്? ഓക്കെ, മൊത്തം കൂടെ മിക്സ് ആയിട്ട് കുറച്ചുകൂടി ഫ്രഷ് ഭയങ്കരമായിട്ട് പഴുത്തു അല്ലേ? എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, അഭിയൂന് എന്തായാലും എല്ലാത്തിനും പല പല ടേസ്റ്റാണ്. പല ടേസ്റ്റാണ്. നമുക്ക് കഴിച്ച് ബോറടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. നമുക്ക് വീണ്ടും കഴിക്കുമ്പോ ഒരു മടുപ്പ് അങ്ങനെ വല്ലാണ്ട് തോന്നില്ല. ചില ഫ്രൂട്ട്സ് നമുക്ക് രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. ഭയങ്കര കടുമധുരം അങ്ങനെയുള്ള ഒരു നമ്മൾ നോക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ തിന്നാണ്. ഇവിടെ എന്നിട്ട് ഇത്രയധികം ഫ്രൂട്ടാണ് ഞങ്ങൾ കഴിച്ചു. അഭിയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം അല്ലെ? അങ്ങനെ വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് നടത്തറയിലാണ് അല്ലെ? നടത്തറയില് നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വൈശാഖ് അല്ലെ? വൈശാഖ് ഒരുപാട് ഫ്രൂട്ടൊക്കെയാണ് കഴിച്ചത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫ്രൂട്ടൊക്കെ? ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാനും അതിപ്പോ ഇത് ഈ റോളിനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റംബൂട്ടാനൊക്കെ ഞാൻ മേടിക്കാൻ വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പുള്ള ഫ്രൂട്ടൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഏതാണ് അപ്പുള്ളതായിട്ട് അത് കഴിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഒരു കാര്യം വെച്ചാലേ ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഏത് ഫ്രൂട്ടാണെങ്കിലും കൊടുക്കും കഴിക്കാനാണെങ്കിൽ പൊട്ടിച്ചു കൊടുക്കും. നിങ്ങൾ മുന്നേ വന്നപ്പോ വെറുതെ പറയണതല്ലേ? ഞാൻ റംബൂട്ടാൻ ആ സീസണിൽ വരാറുണ്ട്. എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടേക്ക് മേടിക്കാൻ വരാറുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിക്കാണ്, വേറെ കടകളിൽ നിന്ന് മേടിക്കുന്നതല്ലോ. അപ്പൊ ആ സമയത്ത് വേറെ വെറൈറ്റി അപ്പുള്ളത് എന്താ വെച്ചാൽ ഫ്രൂട്ട് ഏത് സമയത്താണെങ്കിലും ഇപ്പൊ ഈ ചക്കര ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കംബോഡിയനും അങ്ങനെ കുറച്ച് വെറൈറ്റികൾ കഴിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടും. അതിൽ അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ ആക്കും. അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മാപ്പ് നമ്മൾ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബിയുവിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വിസിറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ പറ്റാവുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നമുക്ക് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ നല്ല പ്ലാന്റുകളും ഇവിടെ നിന്നാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് മേടിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ മാക്സിമം അടിപൊളിയായി കഴിക്കുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് അബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടൻസാണ് നമ്മൾ ഈ ഒരു ചാനലിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.